ഞാൻ അവനോട് പറഞ്ഞു, "നിനക്കിവിടെ 14 മത്സരങ്ങൾ കളിക്കാനുണ്ട്. അപ്പോൾ കളിയിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ എന്ത് തരത്തിലുള്ള വാർത്തകൾ പോകുന്നു, ഇതൊന്നും നീ ബോതർ ചെയ്യേണ്ട. നീ നിന്റെ കളി മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിന്റെ കളി അങ്ങ് കളിക്ക്." അതുപോലെ കോച്ചുമാരോട് ഞാൻ പറഞ്ഞു, "അവൻ അവൻ്റെ വഴിക്ക് വിടുക. അവൻ അങ്ങ് കളിച്ചു പോട്ടെ." അതോടൊപ്പം നെറ്റ്സിലെ അവൻ്റെ പ്രകടനം കണ്ട് ഞങ്ങളൊക്കെ വിസ്മയിച്ച് നിൽക്കുകയാണ്. പറയുന്നത് റിയാൻ പരാഗാണ്. ആരെക്കുറിച്ച്? വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ പയ്യനെക്കുറിച്ച്. നമ്മുടെ നാട്ടിൽ 15-കാര് 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെയുള്ള സമയമാണ്. അപ്പോഴാണ് അവൻ, ഇവരിവിടെ പരീക്ഷ എഴുതുന്നു, അവനവിടെ IPLല് സിക്സർ അടിച്ച് കളിക്കുന്നു. വൈഭവ് സൂര്യവംശി ഒരു വിസ്മയമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. 15 വയസ്സ് തികഞ്ഞ പയ്യൻ 15 പന്തുകളിൽ അർദ്ധ സെഞ്ചുറി അടിച്ചുകൊണ്ട് അതങ്ങ് ആഘോഷിച്ചു. അപ്പോൾ പണി കിട്ടിയത് CSKക്കാണ്. CSKക്ക് അതുകൊണ്ട് മാത്രമല്ല പണി കിട്ടിയത്. CSKയുടെ ചേട്ടന്മാരെല്ലാം, ചേട്ടായിമാരെല്ലാം അവരുടെ കളി മറന്നപ്പോൾ അനിയൻകുട്ടൻ വൈഭവ് സൂര്യവംശി എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ CSKക്ക് എവിടെയാണ് പിഴച്ചത്? ടോസ് നഷ്ടപ്പെട്ടത് മുതൽ കാര്യങ്ങൾ കൈവിട്ടു പോയി. ടോസിന് പിന്നെ ഒന്നും ചെയ്യാനില്ല. അത് ദൗർഭാഗ്യങ്ങളുടെ ഒരു കളിയാണല്ലോ. പിന്നെ എന്താ, ആ സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് കളിക്കണം. അവിടെയാണ് പിഴച്ചു പോയത്. നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് കളിക്ക് ശേഷം പറഞ്ഞില്ലേ, അതായത് എത്ര റൺസ് വേണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ T20യിൽ അതിനൊരു വ്യക്തതയില്ല. അപ്പോൾ പിന്നാലെ വന്നവരൊക്കെ അടിക്കാൻ ശ്രമിച്ചു, വിക്കറ്റുകൾ പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു ടെസ്റ്റ് പാച്ചിലൂടെ കളി കടന്നു പോയപ്പോൾ അതനുസരിച്ച് എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്തി ഇന്നിങ്സ് റീബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ ആളുണ്ടായില്ല. അതാണ് CSKക്ക് പറ്റിയ പറ്റ്. അത് നായകൻ പറയുന്നുണ്ട് കളിക്ക് ശേഷം, ഞങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ബാറ്റ് ചെയ്യണമായിരുന്നു. മുമ്പൊക്കെ ഓൾ ഫോർമാറ്റ് കളിക്കുന്ന CSKയുടെ കുറച്ച് താരങ്ങൾ മധ്യനിരയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. ഇവിടെ റീവാംപ്ഡ് ന്യൂ ലുക്ക് ബാറ്റിംഗ് ഓർഡറുള്ള ഒരുത്തനും ആ രൂപത്തിൽ കളിച്ചില്ല എന്നുള്ളത് ഖേദകരമാണ്. പിച്ചിൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. മഴ പെയ്തു, 2 ദിവസമായിട്ട് അണ്ടർ കവർ കിടക്കുന്ന പിച്ചാണ്. ആ ഡാംനെസ് കൃത്യമായിട്ട് രാജസ്ഥാൻ റോയൽസ് ഉപയോഗപ്പെടുത്തി. എന്നാൽ കണ്ടീഷൻ അനുസരിച്ച് കളിക്കുന്നിടത്ത് CSK പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും അടുത്ത കളിക്ക് മുമ്പ് CSKക്ക് ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുണ്ട്. തലയെ അവർ ഇന്നലെ മിസ് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.